ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. കാർഡ്സ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ഹൈ പ്രീസ്റ്റസ് ഉണ്ട്, ടെമ്പറൻസ് കാർഡുണ്ട്, 3 ഓഫ് വാൻസ് ഉണ്ട്, ദ ഹാങ്ഡ് മാൻ ഉണ്ട്. പിന്നെ ബോട്ടം ഡെക്ക് എന്ന് പറയുന്നത് 9 ഓഫ് വാൻസ്. അതായത് നിങ്ങളിൽ ചിലർക്കൊക്കെ ഒരു പ്ലാനിങ്ങോട് കൂടി സ്റ്റഡി ആയിട്ട് പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും കൂടെ ഉള്ളതിൻ്റെ ഒരു സൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത്, നമ്മുടെ ഇൻസ്റ്റൻറ്റില്ലേ, ഇത് ഇന്ന ആളോട് മിണ്ടിയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇന്നാണ് നമുക്ക് നല്ലത് വരത്തില്ല, ഇന്ന കാര്യം ചെയ്താൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന ആ ഒരു ഗട്ട്സ് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു സൈനുണ്ട്. പിന്നെ ഓവറോൾ എനർജി വളരെ സ്മൂത്ത് ആൻഡ് പോസിറ്റീവ് വേയിലായിരിക്കും പോകുന്നത്. ലെറ്റ് ഗോ ചെയ്യാനുള്ള കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ചെയ്ത് നിങ്ങളും തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒരു പ്രശ്നം വന്നത് മൂലം നിങ്ങളുടെ കാര്യങ്ങളെ എന്താ പറയണ്ടേ, നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അതിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. പിന്നെ ഒരു എന്താ പറയണ്ടേ, ഒരു വളരെ ആക്റ്റീവായിട്ട് നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്ത് കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓക്കെ ഇന്ന കാര്യം ഞാൻ ചെയ്താൽ എൻ്റെ തോട്ട്സ് മാറും എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ ഒരു സ്റ്റക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ ആക്ഷൻ എടുക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റക്നെസ് മാറിക്കിട്ടുന്നതാണ്. അപ്പം യെസ്, യു ആർ ഇൻസെക്യൂർ, യു ആർ പ്രൊട്ടക്റ്റിംഗ് യുവർ സെൽഫ്. പക്ഷെ എന്ന് കരുതി നമ്മൾ ആ ഒരു സ്റ്റക്നെസ്സിലേക്ക് പോകാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെ ഓക്കെ, ലൈഫിൽ ചിലർ വരും, ചിലർ പോവും, ചിലർ നിൽക്കും. അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ, ആ ബന്ധങ്ങൾ ഉള്ളിൽ നിന്നും കേടുവരികയാണെങ്കിൽ, അതായത് ചില നമ്മുടെ ധാർമ്മിക മൂലം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇക്വേഷൻസ് ഒന്നും ശരിയാകുന്നില്ല എന്നാണെങ്കിൽ അത് ആ ബന്ധം അവിടെ നിർത്തുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം ഉള്ളിൽ നിന്ന് അത് മോശമായി, അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇക്വേഷനാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ പോലും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കത് ഓക്കെ, ഓക്കെ ഇന്ന വ്യക്തി എനിക്ക് സമയം തരികയാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി മാറാൻ ശ്രമിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളോട് റെസ്പോണ്ടിങ് ആയിട്ട് ഒക്കെ ശരിയാക്കാം, ഈ ഒരു ബോണ്ടിങ് ശരിയാക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ചിലപ്പോൾ വന്നെന്നിരിക്കത്തില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു കട്ട് ഓഫ് ദ റൂട്ട് ആൻഡ് പാർട്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്തു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ.